നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ ചേലക്കര സെന്ററിലെ സ്റ്റാഫും വോളണ്ടിയർമാരും ചേർന്ന് ഏകദിന ടൂർ സംഘടിപ്പിച്ചു. പാലക്കാടുള്ള തനിമ അഗ്രി ഫാമിലേക്കായിരുന്നു ടൂർ. നിരന്തരമായ പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾക്കിടയിലെ സമ്മർദ്ദങ്ങളിൽ നിന്ന് മാനസികമായും ശാരീരികമായും ഉത്തേജനം കിട്ടുന്നതിന് ഈ യാത്ര സഹായിച്ചെന്ന് സ്റ്റാഫ് ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു. ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, മറ്റു ഭാരവാഹികളായ അജിത് താനിക്കൽ, വിനോദ് പന്തലാടി, ഷീജ, സ്റ്റാഫ് അംഗങ്ങളായ ലിനി, മിനി എന്നിവർ നേതൃത്വം നൽകി. ആൽഫ ചാലക്കുടി സെന്റർ എക്സിക്യൂട്ടീവ് യോഗവും പ്രവർത്തനാവലോകനവും നടത്തി. പ്രസിഡന്റ് ഉഷാദേവിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, സെന്റർ രക്ഷാധികാരി ബിജി പൗലോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തങ്കച്ചൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ യോഗത്തിൽ പരിചയപ്പെടുത്തി. സെക്രട്ടറി ജോർജ് തോമസ് റിപ്പോർട്ടും ട്രഷറർ ലീല പൗലോസ് കണക്കും അവതരിപ്പിച്ചു. വിവിധ സർവീസ് റിപ്പോർട്ടുകളുടെ അവതരണത്തിന് ശേഷം പേഷ്യൻ കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിൽ സമ്മാനം നേടിയവർക്ക് സമ്മാനത്തുക കൈമാറി. ആൽഫയുടെ കെട്ടിട നിർമ്മാണ പുരോഗതിയെപ്പറ്റി സെക്രട്ടറി വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് റോസി ലാസർ നന്ദി പറഞ്ഞു. ആൽഫ മാള സെന്റർ പുതുതായി നിർമ്മിക്കുന്ന ഹോസ്പീസ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തറയുടെ നിർമ്മാണത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചത്. പ്രസിഡന്റ് എ അഷ്റഫ്, സെക്രട്ടറി ലിസി ജോണി, ട്രഷറർ ഹർഷാദ് പുളിക്കൽ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ സന്തോഷ് ആത്തപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. ആൽഫ ചാലക്കുടി സെന്ററിന് പേഷ്യൻ കെയറിനായി കട്ടിൽ ലഭിച്ചു. 4 കെട്ട് വള്ളൂരാൻ ജോമോനാണ് കട്ടിൽ സംഭാവന നൽകിയത്. പ്രസിഡന്റ് ഉഷാദേവി, മറ്റു ഭാരവാഹികളായ കൊച്ചപ്പൻ, റോസി ലാസർ, പൗലോസ്, തോമസ് കണിച്ചായി, മേരി ലൂയിസ് എന്നിവർ ചേർന്ന് കട്ടിൽ ഏറ്റുവാങ്ങി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.